വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മധുര തിരുപ്പരൻകുണ്ട്രം ക്ഷേത്രത്തിനടുത്ത് വീണ്ടും പ്രകോപന നീക്കം. ഫെബ്രുവരി 18-ന് മൃഗഹത്യ നടത്തുമെന്ന് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ്. പ്രചാരണം മധുരൈ മുസ്ലിം ഐക്യ ജമാഅത്തിന്റെ പേരിൽ. കനത്ത സുരക്ഷ. കരുവന്നൂർ വിഷയത്തിൽ നേതൃത്വത്തെ വിമർശിച്ച് CPM തൃശൂർ ജില്ലാ സമ്മേളനം. മൗനം ദുരന്തമായെന്ന് പ്രതിനിധികൾ. ക്രമക്കേടിന് കാരണം ജില്ലാ നേതൃത്വമെന്നും വിമർശനം. പാതിവില തട്ടിപ്പിൽ 34 കേസുകൾ ക്രൈംബ്രാഞ്ചിന്. എല്ലാ ജില്ലകളിലും പ്രത്യേക അന്വേഷണ സംഘം. ക്രൈംബ്രാഞ്ച് ADGPക്ക് ഏകോപന ചുമതല. സംസ്ഥാനത്ത് വീണ്ടും പോലീസ് കാടത്തം. വീട്ടിൽ കയറി അമ്മയുടെ മുന്നിൽ കുട്ടിയുടെ മുഖത്തടിച്ച് SI. സംഭവം തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ. ക്രൂരത, വാഹനം മോഷണം പോയെന്ന പരാതിക്ക് പിന്നാലെ ജനം ബ്രേക്കിംഗ്. കിഫ്ബി ഭരണഘടനാ വിരുദ്ധമെന്ന് VD സതീശൻ. പ്രവർത്തനങ്ങൾ താളം തെറ്റി. സാമ്പത്തിക നിലയെ പ്രതികൂലമായി ബാധിച്ചു. K-ഫോണിന് പുറമെ K-ടോൾ കൂടി വരുന്നുവെന്നും പരിഹാസം. ഡൽഹിയിലെ വൻ തോൽവിക്ക് പിന്നാലെ പഞ്ചാബിലും ആം ആദ്മി പാർട്ടിയിൽ പ്രതിസന്ധി. 30 ആപ്പ് MLA-മാർ കോൺഗ്രസിൽ ചേർന്നേക്കും. മുഖ്യമന്ത്രിയുമായി ഒത്തുപോകാനാകില്ലെന്ന് ഒരു വിഭാഗം. ഭഗവന്ത് മാൻ നാളെ കെജ്രിവാളിനെ കാണും. മഹാകുംഭമേളയ്ക്കെത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തി. പ്രത്യേക പൂജകളിലും പങ്കുചേർന്നു. പ്രയാഗ്രാജിൽ വൻ സുരക്ഷ. വാർത്തകളിലേക്ക് വിശദമായി. മഹാകുംഭമേളയിൽ പുണ്യസ്നാനത്തിന്റെ സുഹൃതവുമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാവിലെയാണ് രാഷ്ട്രപതി പ്രയാഗ്രാജിൽ എത്തിയത്. ഗവർണർ ആനന്ദിബെൻ പട്ടേലും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്നാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. അഗസ്ത്യവത്തിലും പ്രാചീൻ ഹനുമാൻ ക്ഷേത്രത്തിലും ദ്രൗപദി മുർമു ദർശനം നടത്തുമെന്ന് രാഷ്ട്രപതി ഭവൻ അറിയിച്ചു. വിവരങ്ങളുമായി S നന്ദഗോപനൊപ്പം ചേരുന്നു. നന്ദഗോപൻ, രാഷ്ട്രപതി എത്തി, വിവരങ്ങൾ. കൃഷ്ണജി, ഇന്ന് രാവിലെ പ്രത്യേക വിമാനത്തിൽ പ്രയാഗ്രാജ് വിമാനത്താവളത്തിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഗവർണർ ആനന്ദിബെൻ പട്ടേൽ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. അവിടെ നിന്നും അരിഘട്ടിൽ നിന്നും പ്രത്യേക ബോട്ടിലാണ് ഈ ഗംഗ യമുന സരസ്വതി ത്രിവേണി സംഗമത്തിലേക്ക് ഗവർണറും സംഘവും പുറപ്പെട്ടത്. അവിടെ ഈ പ്രത്യേക സ്നാനത്തിൽ ഗവർണർ പങ്കെടുത്തു. പ്രത്യേക ആരതികളിലും പൂജകളിലും ഗവർണർ പങ്കെടുത്തു. അതിനുശേഷം തിരികെ മടങ്ങിയെത്തിയ ഗവർണർ അവിടെ മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ പ്രദർശനത്തിൽ അത് കാണുവാൻ വേണ്ടി അവിടെ എത്തിയിരുന്നു. അതിനുശേഷം ഈ പ്രാചീന ഹനുമാൻ ക്ഷേത്രത്തിൽ ഗവർണർ ദർശനം നടത്തിയെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ രാഷ്ട്രപതി ഭവൻ വ്യക്തമാക്കുന്നത്. ഗവർണറും അതേപോലെ തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും രാഷ്ട്രപതിയെ അനുഗമിച്ചിരുന്നു. ഈ രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് പ്രയാഗ്രാജിലും പരിസര പ്രദേശങ്ങളിലും വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഒരു 3 ടയർ സുരക്ഷാ സംവിധാനങ്ങളിലൂടെയാണ് ഇപ്പോൾ പ്രയാഗ്രാജ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ
141 കോടി തീർത്ഥാടകർ പ്രയാഗ്രാജിലെത്തി ഈ സ്നാനകർമ്മത്തിൽ പങ്കാളികളായി എന്നുള്ളതാണ് ഉത്തർപ്രദേശ് സർക്കാർ വ്യക്തമാക്കുന്നത്. 26-ന് ശിവരാത്രി ദിനത്തോടാണ് ഇത് സമാപിക്കുന്നത്. 45 കോടി ജനങ്ങളെയാണ് തീർത്ഥാടകരെയാണ് അവിടേക്ക് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇത്തവണ അതിലും തീർത്ഥാടകർ ഏറുമെന്നുള്ളതാണ് ഇപ്പോൾ ഈ സംഖ്യകളിൽ നിന്നും വ്യക്തമാകുന്നത്. 144 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന മഹാകുംഭമേളയായതിനാൽ തന്നെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് ഭക്തജനങ്ങൾ എത്തിയിട്ടുള്ളത്. പ്രത്യേക വിശിഷ്ട അതിഥികളും എത്തിയിരുന്നു. ഭൂട്ടാൻ രാജാവ് ഈ കുംഭമേളയിൽ പ്രധാനമന്ത്രിയുടെ പ്രത്യേക ക്ഷണപ്രകാരം എത്തി സ്നാനകർമ്മങ്ങൾ നിർവഹിച്ചു മടങ്ങിയിരുന്നു. അതേപോലെ തന്നെ കേന്ദ്രമന്ത്രിമാർ അടക്കം പ്രധാനമന്ത്രി അടക്കം മുതിർന്ന ക്യാബിനറ്റ് അംഗങ്ങളെല്ലാം ഈ കുംഭമേളയുടെ ഭാഗമായി. ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മുഴുവൻ ക്യാബിനറ്റ് അംഗങ്ങളും ഈ സ്നാനത്തിൽ പങ്കെടുത്തു. ഇപ്പോൾ രാഷ്ട്രപതി, നേരത്തെ ഉപരാഷ്ട്രപതി ഇതിന്റെ ഭാഗമായിരുന്നു. അങ്ങനെ രാഷ്ട്രത്തിലെ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന മുഴുവൻ വ്യക്തികളും ഇപ്പോൾ ഈ മഹാകുംഭമേളയുടെ ഭാഗമായിരിക്കുകയാണ്. ഈ പ്രയാഗ്രാജിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രയാഗ്രാജിലേക്കുള്ള മുഴുവൻ വഴികളും ഇപ്പോൾ പോലീസ് അടച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് 8 മണിക്കൂറിലധികമായി ഇപ്പോൾ വലിയ വാഹന ഗതാഗത കുരുക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. ഇനിയും മണിക്കൂറുകൾ വേണ്ടിവരും ഈ ഗതാഗത കുരുക്ക് പരിഹരിക്കുവാൻ. അതിനാൽ തന്നെ ഈ കഴിവതും റോഡ് മാർഗം പ്രയാഗ്രാജിലേക്ക് എത്തരുതെന്നുള്ളതാണ് ഉത്തർപ്രദേശ് പോലീസ് വ്യക്തമാക്കുന്നത്. പരമാവധി തീർത്ഥാടകർക്ക് അവിടേക്ക് എത്തി ഇതുമായി സ്നാനകർമ്മങ്ങൾ നിർവഹിക്കുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഭക്തജനങ്ങൾക്ക് ഇനിയുമുള്ള 26 വരെ ഉള്ള ദിവസങ്ങൾ പ്രയോജനപ്പെടുത്താമെന്നുള്ളതാണ് പ്രധാനമായും ഉത്തർപ്രദേശ് സർക്കാർ അറിയിക്കുന്നത്. കഴിഞ്ഞ മൗനി അമാവാസി ദിനത്തിൽ അപകടകരമായ ചില സംഭവങ്ങൾ ഉണ്ടായി, ചില അനിഷ്ട സംഭവങ്ങളുണ്ടായി. ഇതിന്റെ പശ്ചാത്തലത്തിൽ വലിയ നിയന്ത്രണങ്ങൾ കൂടി അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ ഉള്ളത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രയാഗ്രാജിലെത്തി ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തി. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് നന്ദഗോപാൽ. ഡൽഹിയിൽ BJPയുടെ വിജയത്തിന് പിന്നിൽ RSS വഹിച്ച പങ്ക് നിർണായകം. 50,000 കുടുംബയോഗങ്ങളാണ് ഡൽഹിയിൽ RSS സംഘടിപ്പിച്ചത്. ഒരു മാസത്തിനിടെയാണ് ഇത്തരം കൂട്ടായ്മകൾ രാഷ്ട്രീയ സ്വയംസേവക സംഘം വിളിച്ചു ചേർത്തത്. മഹാരാഷ്ട്രയ്ക്കും ഹരിയാനയ്ക്കും പുറമെ ഡൽഹിയിലും BJPയുടെ വിജയത്തിന് പിന്നിൽ RSS സ്വയംസേവകർ നടത്തിയ പ്രയത്നം ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 50,000 കുടുംബയോഗങ്ങൾ RSS സംഘടിപ്പിച്ചു. ഡൽഹിയിലെ 8 വിഭാഗിലെ 30 സംഘജില്ലകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം. ഓരോ ബൂത്തിലും കുറഞ്ഞത് 20 യോഗങ്ങളെങ്കിലും നടന്നു. വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുന്നതിൽ ഇത് നിർണായകമായി. ജനാധിപത്യ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിൽ വോട്ടിംഗിന്റെ പ്രാധാന്യം, വികസന കാഴ്ചപ്പാട്, ഹൈന്ദവ സമൂഹം ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകത തുടങ്ങിയ വിഷയങ്ങൾ എല്ലാ കുടുംബയോഗങ്ങളിലും ചർച്ചയായി. ഇത് BJPക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്തു എന്നത് യാഥാർത്ഥ്യമാണ്. കേരളം, തമിഴ്നാട്, കർണാടക തുടങ്ങി ഡൽഹിയിൽ കഴിയുന്ന വിവിധ ഭാഷാ സമൂഹത്തിനിടയിലും RSS ഇത്തരം കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ജനം, ഡൽഹി. പാതിവില തട്ടിപ്പിൽ CPM ഇടുക്കി ജില്ലാ നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ. സ്വയം പ്രതിരോധത്തിനും CPM നീക്കം തുടങ്ങി. CPM ഭരിക്കുന്ന തങ്കമണി സഹകരണ ബാങ്ക് വഴി അനന്തുകൃഷ്ണൻ 25 ലക്ഷം രൂപ നൽകിയെന്ന ആരോപണം പാർട്ടി ജില്ലാ സെക്രട്ടറി CV വർഗീസ് നിഷേധിച്ചു. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസ് ഒപ്പം ചേരുന്നു. സുബിൻ, ഒരു ആരോപണം വരുമ്പോൾ സ്വാഭാവികമായും നിഷേധിക്കും. പക്ഷേ നിഷേധിച്ചു എന്ന ഒറ്റ കാരണത്താൽ ആ ആരോപണം വെറുതെയെന്നോ ശരിയെന്നോ പറയാനുമാവില്ല, അല്ലേ? അനന്തകൃഷ്ണൻ പ്രധാനമായും ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് വലിയ രീതിയിൽ സംഭാവന നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ പണം കൈമാറ്റം നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തലാണ് അന്വേഷണ സംഘം നടത്തിയിട്ടുള്ളത്. അത് ഇടുക്കി ജില്ലയിലും അതുപോലെ തന്നെ എറണാകുളം ജില്ലകളിലെ നേതാക്കന്മാരാണ്. UDFന്റെയും അതുപോലെ തന്നെ LDFന്റെയും നേതാക്കളാണ് ഇത്തരത്തിൽ വലിയ തുകകൾ വാങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അനന്തകൃഷ്ണന്റെ മൊഴിയിൽ അത്തരത്തിലാണുള്ളത്. അതിൽ പരാമർശിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് CPMന്റെ മുതിർന്ന നേതാവായിട്ടുള്ള ജില്ലാ നേതാവ് എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ അത് CV വർഗീസ് ആണ് എന്നുള്ള ഒരു മൊഴി ഇത്തരത്തിൽ ഈ അനന്തകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ UDF നേതാവായ ഇടുക്കി MP ആയ ഡീൻ കുര്യാക്കോസിനും ഇത്തരത്തിൽ പണം നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു മൊഴി ഉള്ളതായി സൂചനയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു ആരോപണങ്ങൾ അത്രയും, അതായത് CPM ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള CV വർഗീസിനെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങൾ അത്രയും നിലവിൽ പൂർണ്ണമായും തള്ളിയിട്ടുള്ളത്. ഇന്നലെയാണ് ഇത്തരത്തിലൊരു മൊഴി ഉണ്ട് എന്നുള്ളതിന്റെ സൂചന ലഭിക്കുന്നതും നമ്മൾ CV വർഗീസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം തേടുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് അനന്തകൃഷ്ണനെ നേരിട്ട് പരിചയമുണ്ട്,
അദ്ദേഹത്തിന്റെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതല്ലാതെ അനന്തുവുമായി യാതൊരു ബന്ധവുമില്ല. അന്ന് തന്നെ ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട ആ യോഗത്തിൽ തന്നെ, അതായത് അന്ന് പങ്കെടുത്ത പരിപാടിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ പ്രകടിപ്പിച്ചതാണ്. ഇത് എങ്ങനെ ഇത്തരത്തിൽ CSR ഫണ്ട് എത്തുന്നു അടക്കമുള്ള സംശയങ്ങളെല്ലാം ചോദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ട് മറ്റു തരത്തിലുള്ള ഒരു ഇടപാടുകളും സാമ്പത്തിക ഇടപാടുകളോ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൂടാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച മറ്റൊരു കാര്യം എന്നുള്ളത് ഈ മൂലമറ്റം ഏരിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഏകദേശം 2 ലക്ഷത്തോളം രൂപ അനന്തകൃഷ്ണൻ സംഭാവന നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടെ നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൽ വ്യക്തത വരേണ്ടതായുണ്ട്. എന്തായാലും 25 ലക്ഷം രൂപ ഈ CV വർഗീസിന് നൽകി എന്നുള്ളതാണ് പ്രധാനമായും അനന്തകൃഷ്ണന്റെ മൊഴിയായി ഉണ്ടായിരുന്നത്. അതിലാണ് നിലവിൽ ഇപ്പോൾ ഈ ആരോപണം CV വർഗീസ് നിഷേധിച്ചിട്ടുള്ളത്. തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് വഴി പണം കൈമാറി എന്നുള്ളതാണ് അനന്തകൃഷ്ണന്റെ മൊഴി എന്നുള്ളതാണ് സൂചന. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞത് തങ്കമണി സർവീസ് സഹകരണ ബാങ്കിൽ തനിക്ക് അക്കൗണ്ട് ഇല്ല, പാർട്ടിക്കും അതേ ബാങ്കിൽ അക്കൗണ്ട് ഇല്ല. കേസിൽപ്പെട്ട അനന്തകൃഷ്ണൻ സഹായം അഭ്യർത്ഥിച്ച് എത്തിയിരുന്നു. ഈ കേസ് ഉണ്ടായതിന് പിന്നാലെ സഹായം അഭ്യർത്ഥിച്ച് എത്തിയിരുന്നു. അതിനുശേഷം തനിക്ക് അതിൽ സഹായിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അനന്ത് പിടിയിലായ ശേഷം 3 കൂടി എത്തി സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ മൂലമറ്റം പാർട്ടി ഫണ്ട് വാങ്ങിയത് ഈ തട്ടിപ്പ് നടക്കുന്നതിന് മുമ്പ് പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു സ്ഥിരീകരണം CV വർഗീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ബാങ്ക് സെക്രട്ടറിയെ നമ്മൾ ഇതിന് ശേഷം പോയി കണ്ടിരുന്നു. ബാങ്ക് സെക്രട്ടറി ആയിട്ടുള്ള തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി സുനീഷിനെയാണ് നമ്മൾ കണ്ടത്, സുനീഷ് കെ സോമൻ. അദ്ദേഹവും പറഞ്ഞത് CPI ജില്ലാ സെക്രട്ടറിക്കോ CV വർഗീസിനോ ഈ ബാങ്കുമായി യാതൊരുവിധ ഇടപാടുകളുമില്ല. അദ്ദേഹത്തിന് 2 വർഷം മുമ്പ് വരെ ബാങ്കിൽ വായ്പയുണ്ടായിരുന്നു. ബാങ്കിന്റെ മെമ്പറാണ്. അതുകൊണ്ട് 2 വർഷം മുമ്പ് വരെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ ഉണ്ടായിരുന്നു. 2 വർഷം മുമ്പ് അതെല്ലാം തന്നെ CV വർഗീസ് അടച്ചു തീർത്തു. ശേഷം CV വർഗീസിന് ഒരു മെമ്പർ എന്ന നിലയിലുള്ള ബന്ധം മാത്രമേ ഈ ഒരു തങ്കമണി സർവീസ് സഹകരണ ബാങ്കുമായി ഉള്ളൂ. മറ്റു തരത്തിലുള്ള ഇടപാടുകളൊന്നും തന്നെ CV വർഗീസിന് ഈ ബാങ്കുമായി ബന്ധപ്പെട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പ്രധാനമായും CV വർഗീസിന് ഒരു അക്കൗണ്ട് ഇല്ല എന്നുള്ളൊരു കാര്യം എടുത്തു പറയുന്നത്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് 2 വർഷം മുമ്പ് വരെ ബാങ്കുമായി ഇടപെട്ട് വായ്പ എടുത്തുമായി ബന്ധപ്പെട്ട് CV വർഗീസിന് കൃത്യമായ ഇടപാടുകൾ ആ ബാങ്കുമായി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ ഒരു സെക്രട്ടറി പറയുന്നുണ്ട്. 2 വർഷം മുമ്പ് വരെ CV വർഗീസിന് ആ ബാങ്കുമായി ബന്ധമുണ്ടായിരുന്നു. ബാങ്കിൽ നിന്ന് വായ്പയുണ്ടായിരുന്നു. ആ വായ്പ 2 വർഷം മുമ്പാണ് CV വർഗീസ് അടച്ചു തീർത്തത്. ആ സമയത്ത് ലോൺ കൈമാറ്റം ചെയ്യുന്ന അല്ലെങ്കിൽ ലോണിന്റെ ആ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമായുള്ള ഒരു അക്കൗണ്ട് മാത്രമാണ് ആ സമയത്ത് CV വർഗീസിന് ഉണ്ടായിരുന്നത്. അതിനുശേഷം 2 വർഷമായി ആ അക്കൗണ്ട് മരവിച്ച് കിടക്കുകയാണ് എന്നുള്ളതാണ് സുനീഷ് കെ സോമൻ തങ്കമണി സഹകരണ സെക്രട്ടറി പറഞ്ഞത്. അതിനുശേഷം ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു സാമ്പത്തിക ഇടപാടും CV വർഗീസിനില്ല എന്ന് പറഞ്ഞു. ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് 2 വർഷം മുമ്പ് വരെ CV വർഗീസിന് ബാങ്കുമായി ബന്ധമുണ്ടായിരുന്നു. ആ ബാങ്കുമായി ബന്ധപ്പെട്ട പണമിടപാട് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് മുമ്പ് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം എന്നുള്ളത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇത്തരത്തിൽ അനന്തകൃഷ്ണൻ ഈ ഒരു തട്ടിപ്പ് നടത്തി വരികയാണ്. ഈ 2 വർഷത്തിന് മുമ്പെല്ലാം സമാനമായ രീതിയിൽ അനന്തകൃഷ്ണൻ ഇത്തരത്തിൽ ആളുകളിൽ നിന്ന് സീഡ് സൊസൈറ്റിയുടെ പേരിൽ പണപ്പിരിവ് നടത്തുന്നുണ്ട്. ഈ പണപ്പിരിവുമായി ബന്ധപ്പെട്ട് വിവിധ നേതാക്കളെ കാണുന്നുണ്ട്. നേതാക്കൾ അദ്ദേഹത്തിന്റെ ഈ അനന്തകൃഷ്ണന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് CV വർഗീസുമായി ബന്ധപ്പെട്ട് ഈ ബാങ്കിലേക്ക് പണം എത്തിയിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പരിശോധന നടത്തേണ്ടതാണ്. വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. പാതിവില തട്ടിപ്പിൽ CPI ഇടുക്കി ജില്ലാ നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് വരുന്നത്. അതേസമയം അനന്തകൃഷ്ണനിൽ നിന്ന് പണം കിട്ടിയിട്ടില്ല, തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് വഴി പണം കിട്ടിയിട്ടില്ല എന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി പറയുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു സുബിൻ തോമസ്. പകുതിവില തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് ADGP അന്വേഷണത്തിന് നേതൃത്വം നൽകും. എല്ലാ ജില്ലകളിലും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കും. 34 കേസുകൾ അന്വേഷണത്തിനായി കൈമാറി. പകുതിവില തട്ടിപ്പിൽ പ്രാദേശിക അന്വേഷണം ഫലപ്രദമാകാത്ത സാഹചര്യത്തിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 34 കേസുകളാണ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുന്നത്. കോട്ടയം, ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ സിറ്റി എന്നീ സ്ഥലങ്ങളിലെ കേസുകളാണ് ക്രൈംബ്രാഞ്ച് ആദ്യം പരിശോധിക്കുന്നത്. ഈ അന്വേഷണങ്ങൾക്കായി പ്രത്യേക സംഘത്തെ രൂപീകരിക്കും. ക്രൈംബ്രാഞ്ച് ADGPക്കാണ് അന്വേഷണത്തിന്റെ ചുമതല. SP-മാരും DYSP-മാരും അടങ്ങുന്ന വിപുലമായ അന്വേഷണ സംഘം രൂപീകരിക്കുന്നതിന് ക്രൈംബ്രാഞ്ച് മേധാവി ഇന്നലെ വിളിച്ച യോഗത്തിൽ ധാരണയായിരുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ കേസുകൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാനാണ് സാധ്യത. തട്ടിപ്പിൽ ആർക്കൊക്കെ ബന്ധമുണ്ട്, അനന്തകൃഷ്ണൻ മറ്റാർക്കെങ്കിലും പണം കൈമാറിയോ എന്നത് സംബന്ധിച്ചും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. അതേസമയം പകുതിവില തട്ടിപ്പിൽ സംസ്ഥാനത്തൊട്ടാകെ കബളിപ്പിക്കപ്പെട്ടവരുടെ എണ്ണം 34,000-ഓളം എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക കണക്ക്. കുടുംബശ്രീ മുതൽ പോലീസ് അസോസിയേഷൻ വരെയുള്ള സംഘടനകളും ഉന്നത രാഷ്ട്രീയ നേതാക്കളും ആരോപണ നിഴലിലാണ്. ജനം, തിരുവനന്തപുരം.
അനന്തുകൃഷ്ണൻ തനിക്ക് 7 ലക്ഷം രൂപ നൽകിയെന്ന ആരോപണം നിഷേധിച്ച് മാത്യു കുഴൽനാടൻ MLA 7 രൂപ പോലും വാങ്ങിയിട്ടില്ല. ഒരു ചാനൽ ലൈവിൽ അവതാരകനാണ് ആരോപണം ഉന്നയിച്ചത്. പോലീസിൽ അന്വേഷിച്ചപ്പോൾ തനിക്കെതിരെ ഒരു മൊഴിയുമില്ലെന്നാണ് അറിഞ്ഞതെന്നും മാത്യു കുഴൽനാടൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഒരു ഫൗണ്ടേഷൻ എന്താണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ മൊഴി അയാളുടെ മൊഴി കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു പോലീസിന്റെ മൊഴി നിങ്ങൾ കൺഫേം ചെയ്തതാണോ? പോലീസിന്റെ മൊഴി ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഞാൻ റിപ്പോർട്ട് മൊഴി കണ്ടോ? ഇവരുടെ റെക്കോർഡഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് ഞാൻ ചോദിക്കുകയാണ്. അപ്പോ അവരും പറഞ്ഞു റെക്കോർഡഡ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, സ്വാഭാവികമാണല്ലോ, അതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങളുടെ റിപ്പോർട്ട് അത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, അതിന് ഞാൻ പ്രതികരണം ഞാൻ കൊടുത്തു. 7 ലക്ഷം രൂപ പോയിട്ട് ഒരു 7,000 രൂപയോ 700 രൂപയോ 70 രൂപയോ 7 രൂപ പോലും ഞാൻ അദ്ദേഹമായിട്ടില്ല വാങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു നിലയ്ക്ക് ഞാനുമായിട്ട് ബന്ധപ്പെട്ട് ആരും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു ബേസുമില്ലാതെ അന്തരീക്ഷത്തില് ഇങ്ങനെ ഒരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ റിപ്പോർട്ടർ ചാനൽ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു? ആർക്കു വേണ്ടി ഇത് ചെയ്യുന്നു? ജസ്റ്റിസ് രാമേന്ദ്രൻ നായരുടെയും അനന്തുകൃഷ്ണന്റെയും വിശ്വാസ്യതയിലാണ് പണം നൽകിയതും തട്ടിപ്പിൽ കുടുങ്ങിയതുമെന്ന് അങ്ങാടിപ്പുറം സ്വദേശി ഡാനിമോൻ. പകുതി വില തട്ടിപ്പിൽ പരാതി നൽകിയ ആളാണ് ഡാനിമോൻ. 34 ലക്ഷം രൂപയുടെ സാധനങ്ങൾ കിട്ടാനുണ്ടെന്നും ഡാനിമോൻ പറഞ്ഞു. ജസ്റ്റിസ് രാമേന്ദ്രനെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടില്ല. ഇവരെ എല്ലാ മീറ്റിങ്ങുകളിലും NGO അസോസിയേഷൻ എല്ലാ മീറ്റിങ്ങുകളും ജസ്റ്റിസ് രാമേന്ദ്രൻ ഉണ്ട്. ഇതിന്റെ ഉദ്ഘാടന സമയത്തുള്ള മന്ത്രിമാർ പങ്കെടുത്ത മീറ്റിങ്ങിൽ ജസ്റ്റിസ് രാമേന്ദ്രൻ വേദിയിൽ ഇരിക്കുന്നുണ്ട്. അതേമാതിരി നമ്മൾ പങ്കെടുത്ത പല പരിപാടികളിലും ജസ്റ്റിസ് രാമേന്ദ്രൻ വേദിയിലുണ്ട്. അപ്പോൾ അതുമായിട്ട് അദ്ദേഹം സഹകരിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ച് NGO കോൺഫറൻസ് തരുന്ന പത്രക്കുറിപ്പ് മാത്രമേ ഇതിന് ആധാരമുള്ളൂ. കാരണം ഇതിൽ ഏത് പോസ്റ്റാണ് എന്താണെന്നുള്ള അവർ തരുന്ന വിവരം മാത്രമേ നമുക്കുള്ളൂ. അത് വെച്ചിട്ടാണ് നമ്മൾ പലതും പറയുന്നത്. ആരെയും വലിച്ചേക്കാനല്ല. നമ്മളെ സംബന്ധിച്ച് ഈ കേസിൻ്റെ ഒരു തീരുമാനം വേണം. കാരണം കേരളത്തിൽ 175 NGOs ഒരുപാട് ആൾക്കാർ പൈസ വാങ്ങിയിട്ട് കുടുങ്ങി കിടക്കുന്നുണ്ട്. അതിനൊരു പരിഹാരം വേണം. അപ്പോൾ ഇത് ഏത് പ്രമുഖ വ്യക്തിയാണെങ്കിലും അവരത് ഉൾപ്പെട്ടുകൊണ്ട് അവരതിന് വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കി തരണം. 34 ലക്ഷം രൂപയുടെ സാധനങ്ങൾ ഇനി കിട്ടാനുണ്ട്. 16 സ്കൂട്ടറുകൾ, 45 ലാപ്ടോപ്പുകൾ, 34 ഗൃഹോപകരണങ്ങൾ, ഒരു വാട്ടർ പ്യൂരിഫയർ, ഇത്തിരി സാധനങ്ങളാണ് നമുക്ക് കിട്ടാനുള്ളത്. പെരുമ്പാവൂരിൽ ലഹരിമരുന്ന് വിൽപ്പനക്കാരെ ലക്ഷ്യമിട്ട് വ്യാപക പരിശോധന. 2 ദിവസത്തെ പരിശോധനയിൽ 60 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂരിൻ്റെ ഭാഗമായായിരുന്നു പരിശോധന. 2 കിലോയോളം കഞ്ചാവുമായി പശ്ചിമബംഗാൾ സ്വദേശി പിടിയിലായി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് കിരൺ ചേരുന്നു. കിരൺ, പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ടോ? കൃഷ്ണരാജ്, ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂരിന്റെ ഭാഗമായി കഴിഞ്ഞ 2 ദിവസം നടത്തിയ പരിശോധനയിലാണ് 60ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശനിയാഴ്ച രാവിലെ തുടങ്ങിയ പരിശോധന ഞായറാഴ്ച പുലർച്ചെ വരെ തുടർന്നിരുന്നു. ഇതിനിടയിൽ ആണ് നിരവധി ആളുകളെ ഈ ഇത്തരത്തിൽ ലഹരി കച്ചവടം നടത്തുന്നത്, ഒപ്പം തന്നെ അസാൻമാർഗിക പ്രവൃത്തികൾ നടത്തുന്നത് അടക്കമുള്ള നിരവധി ആളുകളെയാണ് പോലീസ് പിടികൂടിയത്. കണ്ടന്തറ ഭാഗത്ത് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന ഒരാളെ പിടികൂടുകയുണ്ടായിരുന്നു. ഇത് 2 കിലോ കഞ്ചാവുമായിട്ടാണ് ഇയാളെ പിടികൂടിയത്. ഇയാൾ പച്ചക്കറി കൃഷിയുടെ മറവിലായിരുന്നു കഞ്ചാവ് വിൽപ്പന നടത്തി വന്നിരുന്നത്. ഒപ്പം തന്നെ പെരുമ്പാവൂർ ബംഗാൾ കോളനിയിൽ നിന്ന് 1.5 കിലോ കഞ്ചാവുമായി ഓജിർ ഹുസൈൻ എന്ന ആളെയും പോലീസ് പിടികൂടിയിരുന്നു. ബംഗാൾ കോളനികളിൽ ആളുകളെ ലക്ഷ്യമിട്ട് മലയാളികളും ഒപ്പം തന്നെ ഈ വിവിധ ഭാഷാ തൊഴിലാളികളെയും ലക്ഷ്യം വിട്ടുകൊണ്ട് നടത്തിയിരുന്ന വിദേശ മദ്യ വിൽപ്പനശാലയും പോലീസ് പിടികൂടുകയും ഇവിടെ നിന്ന് 7 ലിറ്ററോളം വിദേശ മദ്യവുമായി ഷാനു ഷെയ്ഖ് എന്ന ആളെയും പോലീസ് പിടികൂടുകയുണ്ടായിരുന്നു. മാത്രമല്ല പെരുമ്പാവൂർ സ്റ്റാൻഡിനും പരിസരത്തും അസാൻമാർഗിക പ്രവൃത്തികൾ നടത്തിയിരുന്നത് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 6 സ്ത്രീകളെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. നേരത്തെ ഈ ഓപ്പറേഷൻ പെരുമ്പാവൂരിന്റെ ഭാഗമായിട്ട് ഒരു ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന ലഹരി മരുന്നുകൾ അടക്കമുള്ളവ പോലീസ് പിടികൂടിയിരുന്നു. പെരുമ്പാവൂരിൽ വർദ്ധിച്ചു വരുന്ന അക്രമ സംഭവങ്ങളൊപ്പം തന്നെ നിയമവിരുദ്ധ പ്രവൃത്തികളും തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ ഈ ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂർ ആരംഭിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 2 ദിവസം കർശനമായിട്ടുള്ള പരിശോധന നടന്നത്. പെരുമ്പാവൂരിൽ വ്യാപക പരിശോധനയാണ് 2 ദിവസങ്ങളിലായി നടന്നത്. 60 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു കിരൺ. വടകരയിൽ കാറിടിച്ച് വയോധിക മരിക്കുകയും 9 വയസ്സുകാരി ഗുരുതരാവസ്ഥയിലാവുകയും ചെയ്ത സംഭവത്തിൽ പ്രതി പിടിയിൽ. വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയ ഷെജിലിനെ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ നിന്നാണ് പിടികൂടിയത്. പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു.
2024 ഫെബ്രുവരി 17 ബസ്സിറങ്ങി റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന മുത്തശ്ശി ബേബിയെയും പേരക്കുട്ടി തൃശാനയെയും കാറിടിച്ചു വീഴ്ത്തി നിർത്താതെ പോയത്. വടകര ചേറൂട് ദേശീയപാതയിലായിരുന്നു അപകടം. അപകടത്തിൽ പരിക്കേറ്റ ബേബി മരിച്ചിരുന്നു. തൃശാന ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. പുറമേരി സ്വദേശി ഷിജിലിന്റെ ഉടമസ്ഥതയിലാണ് കാറെന്നും അപകടശേഷം പ്രതി വിദേശത്തേക്ക് കടന്നതായും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. പ്രതിക്കായി ഇന്റർപോളിന്റെ സഹായത്തോടെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. കോയമ്പത്തൂരിൽ പിടിയിലായ പ്രതിയെ വടകര പോലീസ് ഉടൻ നാട്ടിലെത്തിക്കും. അതേസമയം പ്രതിക്ക് തക്കതായ ശിക്ഷ ലഭിക്കണമെന്നും ഒരിക്കലും ക്ഷമിക്കില്ലെന്നും തൃശാനയുടെ അമ്മ സ്മിത ജനൻ ടിവിയോട് പറഞ്ഞു. അപകടത്തിനുള്ള ശിക്ഷയല്ല അയാൾക്ക് കിട്ടേണ്ടത്. അയാളൊരു ക്രിമിനലാണ്. വെച്ചാൽ ഒരു വാഹനം ചെയ്യുകയും ചെയ്ത് റോഡിലേക്ക് കിടക്കുന്നത് കണ്ടുകൊണ്ട് അയാൾ പോവാന്ന് വെച്ചാൽ എങ്ങനെയാ? അയാളുടെ മക്കൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്, അയാൾ ഇട്ടെറിഞ്ഞിട്ട് പോവുകയ്യ. എന്നിട്ടും അയാൾ ഒരു കൊല്ലം വരെ ഇത് മറച്ചു വെച്ച് എന്നിട്ടും അയാൾക്ക് മാപ്പ് കൊടുക്കുക വെച്ചാൽ നടക്കൂല. ഇതുവരെ എൻ്റെ മോൾക്ക് ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു ധനസഹായവും വീണ ജോർജ് പറഞ്ഞതിന് മോളെ ചികിത്സ ചെയ്തു തരുമോ അല്ല ഇന്ന് വരെ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു ധനസഹായങ്ങളോ ഒരു ഇതും എൻ്റെ മോക്ക് കിട്ടിയിട്ടില്ല. പ്രൈവറ്റിലെല്ലാം കൊണ്ടുപോകുമ്പോൾ വലിയ തുക തന്നെ വേണമെന്നാണ് പറയുന്നത്. ഒരു 3 മാസം കിടക്കണമെന്നാണ് പറയുന്നത്. നമുക്ക് കാര്യമായിട്ട് ഫിസിയാണ് വേണ്ടത്. ആരോഗ്യമന്ത്രി ഉൾപ്പെടെ സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും ഒന്നും ലഭിച്ചിരുന്നില്ലെന്നും സ്മിത പറഞ്ഞു. മകളെ വിദഗ്ധ ചികിത്സയ്ക്ക് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടെന്നും സർക്കാരിന്റെ സഹായം പ്രതീക്ഷിക്കുന്നതായും അമ്മ പറഞ്ഞു. ജനം, കോഴിക്കോട്. രാജ്യം രാജ്യാന്തരം. ഇരുമ്പ്, ഉരുക്ക്, അലുമിനിയം ഉൽപ്പന്നങ്ങൾക്ക് അധിക താരിഫ് ചുമത്താൻ ഒരുങ്ങി ട്രംപ്. കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നാണ് അമേരിക്കയിലേക്ക് ഇവയെത്തുന്നത്. നേരത്തെ ട്രംപ് അധികാരത്തിലിരുന്ന കാലത്തും സമാന നികുതി ഇരു രാജ്യങ്ങൾക്കും ചുമത്തിയിരുന്നു. അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സ്റ്റീൽ, അലൂമിനിയം ഉൽപ്പന്നങ്ങൾക്ക് 25% താരിഫ് ഏർപ്പെടുത്തുമെന്ന് ട്രംപ്. മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും പുറമെ നിരവധി രാജ്യങ്ങൾ അമേരിക്കയിലേക്ക് സ്റ്റീൽ, അലൂമിനിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾക്ക് മൊത്തമായി ചുമത്തിയ 25% താരിഫ് നടപ്പാക്കുന്നത് 1 മാസത്തേക്ക് ട്രംപ് നിർത്തിവെച്ചിരുന്നു. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും നികുതി ചുമത്തുന്നതിനു പകരം ഇരുമ്പ്, അലൂമിനിയം ഉൽപ്പന്നങ്ങൾക്കുള്ള താരിഫ് ഉയർത്തുമെന്നാണ് ട്രംപ് പറയുന്നത്. നേരത്തെ ട്രംപ് അധികാരത്തിലിരുന്ന കാലത്ത് ഇരു രാജ്യങ്ങൾക്കും 25% നികുതി ഇരുമ്പ്, ഉരുക്ക് ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയിരുന്നു. 10% അലൂമിനിയം ഉൽപ്പന്നങ്ങൾക്ക് അക്കാലത്ത് ചുമത്തിയ നികുതി. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കും അന്ന് ട്രംപ് 10% അലൂമിനിയം താരിഫ് ഏർപ്പെടുത്തിയിരുന്നു. നിലവിൽ ഏതു രാജ്യങ്ങൾക്കെതിരെയാണ് താരിഫ് ചുമത്തുന്നതെന്നത് സംബന്ധിച്ച് വ്യക്തമായ സൂചന ട്രംപ് നൽകിയിട്ടില്ല. ആഭ്യന്തര ഉൽപാദനം ഉയർത്തുന്നതിനും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമാണ് ട്രംപ് പുതിയ താരിഫ് നയങ്ങൾ ഏർപ്പെടുത്തിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഗാസയിലെ ട്രംപിന്റെ നിലപാടുകൾ ക്രിയാത്മകവും വിപ്ലവകരവുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ട്രംപിന്റെ നിർദ്ദേശങ്ങൾ വിശാല കാഴ്ചപ്പാടുകളോടെയെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. അതിനിടെ ഗാസയിലെ നെറ്റ്സറിം ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിന്മാറി. വെടിനിർത്തൽ ധാരണയുടെ ഭാഗമായാണ് പിന്മാറ്റം. ഇസ്രായേലിന്റെ പ്രതീക്ഷകൾക്കപ്പുറമാണ് ട്രംപിന്റെ പിന്തുണ എന്നായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകൾ. ഗാസ സംബന്ധിച്ച് ട്രംപിന്റെ കാഴ്ചപ്പാട് വിപ്ലവാത്മകവും ക്രിയാത്മകവുമാണ്. ഗാസ ഏറ്റെടുത്ത് പുനർനിർമ്മിക്കുമെന്ന് ട്രംപ് നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. ഗാസയിലെ ജനങ്ങളിൽ ഒരു വിഭാഗത്തെ മാറ്റിപ്പാർപ്പിച്ച് പ്രദേശമെടുക്കാനുള്ള നടപടി വൈകാതെ പൂർത്തീകരിക്കാനാണ് ട്രംപ് നിർദ്ദേശിച്ച പദ്ധതി. ഈ നിലപാട് സ്വീകാര്യമെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഹമാസും ഹിസ്ബുള്ള ഭീകരരുമായുള്ള സംഘർഷത്തിൽ വെടിനിർത്തൽ ശാശ്വതമായി നടപ്പാക്കുകയാണ് ലക്ഷ്യം. ചില സാഹചര്യങ്ങളിൽ വെടിനിർത്തൽ നടപ്പാക്കാൻ സൈനിക നടപടി അനിവാര്യമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഗാസയിലെ നെറ്റിസറിം ഇടനാഴിയിലെ സൈനിക വിന്യാസം പൂർണ്ണമായും ഇസ്രായേൽ പിൻവലിച്ചു. ഹമാസ് കേന്ദ്രങ്ങളെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുന്നതിനായിരുന്നു മേഖലയിൽ സൈനിക വിന്യാസം ശക്തമാക്കിയത്. നിലവിൽ ഹമാസിന്റെ സൈനിക ശേഷി പൂർണ്ണമായും മേഖലയിൽ ഇല്ല എന്നാണ് ഇസ്രായേലിന്റെ വിലയിരുത്തൽ. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. പരീക്ഷാ പേ ചർച്ചയിൽ വിദ്യാർത്ഥികളുമായി സംവദിച്ച് പ്രധാനമന്ത്രി. സമ്മർദ്ദത്തിന് അടിമപ്പെടാതെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് നരേന്ദ്രമോദി. പരീക്ഷകൾ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. देखिए, आपकी बात सही है आकांक्षा. ये हमारे समाज जीवन में दुर्भाग्य से ऐसा घुस गया है कि अगर हमने स्कूल में इतना नंबर नहीं लाया, 10th में इतना नहीं आया, 12th में इतना नहीं आया, तो जैसे जिंदगी तबाह हो जाएगी. Yes, sir. और इसलिए पूरे घर में
तनाव हो जाए। तो रात माँ बाप को तो समझा नहीं सकते, अब तो एग्जाम के 2 महीने बचे होंगे, अब उनको कहो माँ अभी भाषण मत दो, ऐसा तो नहीं कर सकते। आपने अपने आप को तैयार करना है, इसका मतलब आप पर प्रेशर है। सब लोग कहते हैं ये करो वो करो ये करो, ऐसा होता है। यस सर। आप में से कितने लोग हैं जो कभी क्रिकेट मैच होता है तो टीवी पे क्रिकेट देखते हैं? कितने लोग हैं? सब हैं? आपने देखा होगा जब खेलते हैं तो स्टेडियम में से आवाज आती है। यस सर। क्या आवाज आती है? सारे क्राउड सिक्स, कोई कहता है 4, कोई कहता है 6। अब बैट्समैन क्या करता है? आपको सुनता है कि वो उस बॉल को देखता है? अगर वो इसी में लग जाए, उसने सिक्सर कहा है चलो लगाओ सिक्सर, तो क्या हो जाएगा? इसका मतलब कि बैट्समैन उस प्रेशर की परवाह नहीं करता, उसका पूरा ध्यान उस बॉल पे होता है। अगर आप भी इस प्रेशर को मन में न लेते हुए अपना ध्यान, आज मैंने इतना पढ़ना तय किया, ये अगर कर लेते हैं तो आप आराम से उस प्रेशर में से भी अपने आप को दिखा सकते। മുനമ്പം വഖഫ് കേസിൽ കക്ഷി ചേരാനുള്ള മുനമ്പം സംരക്ഷണ വേദിയുടെ ഹർജി തള്ളി. സിദ്ദിഖ് സേട്ടിന്റെ മകൻ ഇർഷാദ് സേട്ടിനെ കക്ഷി ചേർത്തു. വഖഫ് ബോർഡിനെതിരെ ഫാറൂഖ് കോളേജ് നൽകിയ ഹർജിയിലാണ് ഇർഷാദിനെ കക്ഷി ചേർത്തത്. കേസിൽ കക്ഷി ചേരാനുള്ള മുനമ്പം നിവാസികളുടെ ഹർജി നാളെ പരിഗണിക്കും. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ഗോകുൽ ഒപ്പം ചേരുന്നു. ഗോകുൽ, എന്താണ് വിവരങ്ങൾ? അല്പസമയം മുമ്പാണ് കോഴിക്കോട് വഖഫ് ട്രിബ്യൂണൽ ഈ കേസ് പരിഗണിച്ചത്. ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത്. മുനമ്പം നിവാസികളുടെ ഹർജി നാളെയായിരിക്കും കോടതി പരിഗണിക്കുക. അതോടൊപ്പം തന്നെ കേസിൽ കക്ഷി ചേരാനുള്ള വഖഫ് സംരക്ഷണ വേദിയുടെ ഹർജി കോടതി തള്ളിയിട്ടുമുണ്ട്. ഇത്തരത്തിൽ നിരന്തരമായിട്ട് ആളുകൾ കക്ഷി ചേരാൻ വരുന്നത് കേസിന്റെ മെല്ലെപ്പോക്കിനെ ബാധിക്കുന്നു, ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല, ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതേസമയം സിദ്ദിഖ് സേട്ടിന്റെ മകൻ ഇർഷാദ് സേട്ടിനെ കേസിലെ കക്ഷിയായി ചേർത്തിട്ടുമുണ്ട്. അതായത് 2019 ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കോടതിയുടെ ട്രൈബ്യൂണൽ ഉത്തരവിനെതിരെ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ഒരു കേസ് കൊടുത്തിരുന്നു. ആ കേസിൽ സിദ്ദിഖ് സേട്ടിന്റെ കുടുംബം ഇർഷാദ് സേട്ട് കക്ഷിയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ ഭൂമിയെ വഖഫ് ഭൂമിയായി രജിസ്റ്റർ ചെയ്തുകൊണ്ട് അടയാളപ്പെടുത്തിയതിനെതിരെ ഒരു കേസ്, അത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് നൽകിയിരുന്നു. ആ കേസിലും ഇപ്പോൾ ഇർഷാദ് സേട്ടിനെ കക്ഷി ചേർത്തിട്ടുണ്ട്. ഇത്രയും ഒരു നടപടിയാണ് ഇന്നുണ്ടായിട്ടുള്ളത്. പ്രധാനമായിട്ടും ഈ മുനമ്പം നിവാസികളുടെ മുനമ്പം ഭൂ സംരക്ഷണ സമിതിയുടെ ഹർജി നാളെയായിരിക്കും പരിഗണിക്കുക. ഇപ്പോൾ മുനമ്പം വഖഫ് സംരക്ഷണ വേദി എന്ന് പറയുന്ന ഒരു സംവിധാനം വന്ന് കേസിൽ കക്ഷി ചേർക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. അവരുടെ ഹർജി കോടതി തള്ളിയിട്ടുണ്ട്. സമാനമായ രീതിയിൽ അഖില കേരള വഖഫ് സംരക്ഷണ സമിതിയുടെ ഹർജിയും കേസിൽ കക്ഷി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയും കഴിഞ്ഞ ദിവസം കോടതി തള്ളിയിട്ടുണ്ട്. പ്രധാനമായ ഒരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത്, ഇത്തരത്തിൽ ഓരോ ദിവസവും പുതിയ പുതിയ സംഘടനകൾ ഹർജിയുമായി വരുന്നത് ഈ കേസിന്റെ മെല്ലെപ്പോക്കിനെ ബാധിക്കുന്ന, ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇത് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് എന്നൊരു നിലപാടാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇർഷാദ് സേട്ടിന്റെ സിദ്ദിഖ് സേട്ടിന്റെ, അതായത് ഈ ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന് ഭൂമി നൽകിയ സിദ്ദിഖ് സേട്ടിന്റെ മകനായിട്ടുള്ള ഇർഷാദ് സേട്ടിനെ ഈ കോടതിയുടെ ഈ കേസിലെ ഒരു കേസിൽ അദ്ദേഹത്തിന്റെ ഹർജി പരിഗണിക്കുകയും അദ്ദേഹത്തെ കേസിന്റെ ഭാഗമാക്കുകയും ചെയ്തിട്ടുണ്ട്. നാളെയായിരിക്കും ഈ മുനമ്പം ഭൂ സംരക്ഷണ സമിതിയുടെ ഉത്തരവ് കോടതി പരിഗണിക്കുക. കൃഷ്ണരാജ് വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്ന് ഗോകുൽ. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ ബംഗ്ലാദേശ് സ്വദേശികൾ അനധികൃതമായി താമസിക്കുന്നുവെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടരുന്നു. 2 മാസത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് നിന്ന് മാത്രം 5 ബംഗ്ലാദേശ് സ്വദേശികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മണക്കാട് സേവ് പലസ്തീൻ എന്ന പോസ്റ്റർ പതിപ്പിച്ച സംഭവത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെയും നേതൃത്വത്തിലാണ് അന്വേഷണം ഊർജിതമാക്കുന്നത്. 1 മാസം മുമ്പാണ് തിരുവനന്തപുരം മണക്കാട് നിന്നും ബംഗ്ലാദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സമീപത്തെ മതിലിൽ സേവ് പാലസ്തീൻ എന്ന ബോർഡ് പതിച്ചതുമായി ബന്ധപ്പെട്ട് നടത്തിയ പോലീസ് പരിശോധനയിലായിരുന്നു അറസ്റ്റ്. ഇയാളെ പോലീസ് സമീപത്തെ ഹോട്ടലിൽ നിന്നും പിടികൂടുന്ന സമയത്ത് പാലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാൾ സ്വദേശികളെന്ന വ്യാജേനെ തിരുവനന്തപുരം പേരൂർക്കടയിൽ നിർമ്മാണ ജോലി ചെയ്തിരുന്ന 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ നിന്നും 2 മാസത്തിനുള്ളിൽ 5 ബംഗ്ലാദേശ് സ്വദേശികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്.
ഇതിന്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിലും പോലീസ് പരിശോധനകൾ കർശനമാക്കും. അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ഇത്തരത്തിൽ ബംഗ്ലാദേശികൾ ഒളിഞ്ഞു കയറിയിട്ടുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനകൾ കർശനമാക്കുന്നത്. മണക്കാട് നിന്നും പിടികൂടിയ ബംഗ്ലാദേശ് സ്വദേശിയുടെ പക്കൽ നിന്നും പാലസ്തീൻ അനുകൂല ലഘുലേഖകൾ കണ്ടെടുത്തിരുന്നു. ഇത്തരത്തിൽ ബംഗ്ലാദേശിൽ നിന്നെത്തി തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ കണ്ടെത്താനായിട്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ പരിശോധനകൾ കർശനമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. ജനം, തിരുവനന്തപുരം. മദ്യപിച്ച് അപകടകരമായി ഔദ്യോഗിക വാഹനം ഓടിച്ച ഡിവൈഎസ്പിക്കെതിരെ കേസെടുത്തു. സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പി അനിലിനെയാണ് അരൂർ പോലീസ് കേസെടുത്തത്. ഡിവൈഎസ്പിക്കെതിരെ വകുപ്പുതല അന്വേഷണവും ഉണ്ടാകും. ഇന്നലെ വൈകിട്ട് 7:30 ദേശീയപാതയിൽ ചന്തിരൂരിന് സമീപം വെച്ചാണ് അപകടകരമായ രീതിയിൽ അമിത വേഗതയിൽ ഓടിച്ചുപോയ പോലീസ് വാഹനം നാട്ടുകാർ തടഞ്ഞത്. വിവരമറിഞ്ഞെത്തിയ അരൂർ പോലീസ് വാഹനത്തിലുണ്ടായിരുന്ന ഡിവൈഎസ്പി അനിലിനെ കസ്റ്റഡിയിലെടുത്തു. പരിശോധനയിൽ വാഹനം ഓടിച്ചിരുന്ന ഡിവൈഎസ്പി അമിതമായ അളവിൽ മദ്യപിച്ചിരുന്നതായി മനസ്സിലായി. ഡിവൈഎസ്പിക്കൊപ്പം കുടുംബവും ഔദ്യോഗിക വാഹനത്തിലുണ്ടായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം അനിലിനെ ജാമ്യത്തിൽ വിട്ടു. ഡിവൈഎസ്പി മദ്യപിച്ച് മനുഷ്യജീവന് ആപത്ത് വരും വിധം വാഹനമോടിച്ചെന്നും അമിത വേഗതയിലായിരുന്നു വാഹനമെന്നും എഫ്ഐആറിലുണ്ട്. അതേസമയം ഔദ്യോഗിക ആവശ്യത്തിനാണ് വാഹനം ഉപയോഗിച്ചതെന്നാണ് ഡിവൈഎസ്പിയുടെ മൊഴി. ഇക്കാര്യം പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഡിവൈഎസ്പിക്കെതിരെ വകുപ്പുതല അന്വേഷണവും ഉണ്ടാകും. ജനം, ആലപ്പുഴ. പോലീസിനെയും സാംസ്കാരിക വകുപ്പിനെയും വിമർശിച്ച് മുൻമന്ത്രി ജി സുധാകരൻ. പത്തനംതിട്ടയിൽ ആളുമാറി തല്ലിയ പോലീസുകാർ സർവീസിൽ തുടരാൻ യോഗ്യരല്ല. സാംസ്കാരിക സ്ഥാപനങ്ങൾ നടത്താൻ സാംസ്കാരിക വകുപ്പിന് പണമില്ലെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി. കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിൽ ശമ്പളം കൊടുത്തിട്ട് 3 വർഷമായെന്നും എം മുകുന്ദൻ പറഞ്ഞത് അവസരവാദമെന്നും സുധാകരൻ പറഞ്ഞു. നിയമം പാലിക്കാതെ നിയമലംഘനമാണ്. നിയമം സംരക്ഷിക്കാൻ ചുമതലപ്പെട്ടവർ നിയമം ലംഘിക്കുകയാണ്. അതാണ് ചില പോലീസുകാർ ചെയ്യുന്നത്. കല്യാണപ്പാത കഴിയുമെന്ന ആൾക്കാരെ തല്ലിത്തളച്ച് കണ്ടിട്ട് എന്തുതന്നെ എഴുതാൻ ആളുമാറി തല്ലിയതാണ്. ആളുമാറി തല്ലിയത് അപ്പൊ ഇവിടെ കണ്ടോട്ട് തല്ലിയാണ്. വളരെ ഗുരുതരമായ തെറ്റുകളല്ലേ. സർവീസ് ഒരു നിമിഷം പോലും ഇരിക്കാൻ യോഗ്യതയില്ലാത്തവരല്ലേ അവർ. ഗവൺമെന്റുമായി സഹകരിച്ച് വേണം എഴുത്തുകാർ പോകേണ്ടത് എന്ന് എം മുകുന്ദൻ പറഞ്ഞപ്പോൾ എല്ലാവരും കേട്ടു. അത് ഏത് ഗവൺമെന്റിനെ ഉദ്ദേശിച്ചെന്നറിയില്ല. അത് ഉദ്ദേശിച്ച ഗവൺമെന്റ് സ്ഥാനത്ത് വേറെ ഗവൺമെന്റ് വന്നാൽ അവരെയും സപ്പോർട്ട് ചെയ്യണമെന്നാണല്ലോ എൻ്റെ അർത്ഥം. അവസരവാദമാണല്ലോ. ഡൽഹിയിൽ വേറെ ഗവൺമെന്റ് ആണല്ലോ. ഇങ്ങനെയാണോ എഴുത്തുകാർ പറയേണ്ടത്? ഇങ്ങനെയാണോ എഴുത്തുകാർ? ഇതാണോ മാതൃക? അപ്പം മുകുന്ദൻ ഒരവസരവാദപരമായ ഒരു ഫിലോസഫിക്ക് വിധേയനായി എന്ന് ഞാൻ പറയുന്നില്ല. വിധേയനായെന്ന് ആളുകൾക്ക് വേണമെങ്കിൽ കുറ്റപ്രകാരം പറയാൻ പറ്റില്ല. എന്തുവേണമെങ്കിലും ചെയ്തത് അത് സംസ്കാരം, കലാ, സാഹിത്യങ്ങൾക്ക് ഗൗരവം പ്രോത്സാഹിപ്പിക്കുക. കുഞ്ചൻ നമ്പ്യാർ സ്മാരകമാണ്. അവിടെ ശമ്പളം കൊടുത്തിട്ട് 3 വർഷമായി. അതിനോട് ശമ്പളമെല്ലാം കൃത്യമായി കൊടുക്കുന്നു. കാരണം ഈ പുരാവസ്തുവിൻ്റെ അവരുടെ വീട് നിൽക്കുന്നു. മൊത്തം സ്മാരകം സാംസ്കാരിക അവിടെ പൈസ കൊടുക്കും. പുരാവസ്തു അവർക്ക് ശമ്പളം കുറിച്ച് വളരെ സൂചന ഇത് മാനേജ്മെന്റ് കൂടി അവരുടെ ആയ ഞങ്ങൾ കുടിക്കാൻ 3 പോയി ഞങ്ങൾ ആദ്യ പൈസ കഴിക്കാറില്ല. ഇവിടെയൊക്കെ സാധാരണ പ്രസ്ഥാനം പ്രസിഡന്റ് നടന്നാൽ മതി. പുരോഗമന കലാ സാഹിത്യ സർക്കാരൊക്കെ അന്വേഷിക്കട്ടെ. ഇതൊക്കെ എന്നാ നടക്കുന്നത്? എന്തുകൊണ്ട് പുരോഗമന കലാ സാഹിത്യം പൈസ കൊടുക്കാൻ വേണ്ടി പ്രമേയ പാസ്സായി കൊടുക്കണ്ടേ? സംസ്ഥാനത്ത് വീണ്ടും പോലീസിന്റെ കണ്ണില്ലാ ക്രൂരത. അമ്മയുടെ മുന്നിൽ SI മകന്റെ മുഖത്തടിച്ചു. വാഹനം മോഷണം പോയത് പരാതിപ്പെട്ടതിനാണ് വീട്ടിലെത്തി പോലീസ് ക്രൂരത കാട്ടിയത്. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലായിരുന്നു പരാതി നൽകിയത്. എന്നാൽ നെടുമങ്ങാട് പോലീസാണ് വീട്ടിലെത്തി അതിക്രമം കാണിച്ചത്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യരുടെ ഒരു പരാതി കൊണ്ട് കൊടുത്തിട്ട് നമ്മളെ രക്ഷകരായിട്ട് അവർ മാറുമെന്നാണ് നമ്മളെ വിശ്വാസം. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇവരൊന്നും നമുക്ക് ഒന്നുമല്ല. കാരണം നമ്മളെ സംരക്ഷിക്കേണ്ടവർ തന്നെ നമ്മളെ ശിക്ഷിക്കുകയാണ്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ ഈ അവസ്ഥ ഇനി ഒരു കുടുംബത്തിനും ഉണ്ടാവരുത്. കാരണം എന്തെങ്കിലും കൺഫേം ചെയ്തിട്ട് മാത്രമേ ഇങ്ങനെ ഒരു ഇതിലേക്ക് പോവാവൂ എന്നാണ് എനിക്ക് കേരള പോലീസിനോട് എനിക്ക് പറയാനുള്ളത്. എൻ്റെ അഭ്യർത്ഥനയാണ്.
കാരണം എൻ്റെ കൊച്ചെന്ന് പറഞ്ഞാൽ അവൻ ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞ് നിൽക്കും. അവൻ സ്കൂളിൽ പോകുന്നില്ല, മാനസികമായിട്ട് അവൻ തളർന്നിരിക്കുകയാണ്. അവൻ ഇനി പോകുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്തിനമ്മ ജീവിക്കുന്നത്, ഞാൻ ഇത്രയും നന്നായിട്ട് ജീവിച്ചിട്ട് എന്തമ്മ കാര്യം എന്ന് പറയണം. പെരുമ്പാവൂർ വാഴക്കുളം പാര്യത്തുകാവ് കോളനി ഒഴിപ്പിക്കൽ നടപടിക്കായി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. അഭിഭാഷക കമ്മീഷൻ അഡ്വക്കേറ്റ് ജയപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രദേശത്തെത്തിയത്. 8 കുടുംബങ്ങൾ താമസിക്കുന്ന ഭൂമിയാണ് ഒഴിപ്പിക്കുന്നത്. കുടിയൊഴിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. എറണാകുളം ഡെപ്യൂട്ടി കളക്ടർ വി അബ്ബാസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി പെരുമ്പാവൂരിൽ നിന്ന് അഖിൽ പാലോട്ട് മഠമൊപ്പം ചേരുന്നു. അഖിൽ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ചിങ്ങറയിലും അരിപ്പയിലും ഒക്കെ തന്നെ ഭൂസമരം കണ്ടവരാണ് കേരളത്തിലെ പൊതുസമൂഹം. ആ തരത്തിലാണ് ഇപ്പോൾ പെരുമ്പാവൂര് വില്ലേജിലെ, അതായത് വാഴക്കുളത്ത്, പെരുമ്പാവൂർ വാഴക്കുളം വില്ലേജിലെ വാര്യത്തുകാവിൽ ഉള്ള പുറമ്പോക്കിൽ താമസിക്കുന്ന ഏകദേശം വരുന്ന കുറച്ച് ജനങ്ങൾ ഇപ്പോൾ സമരവുമായി രംഗത്തെത്തിയിരിക്കും. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇന്ന് രാവിലെ 11 മണിയോട് കൂടിയാണ് 7ാം തവണയാണ് ഈ ജുഡീഷ്യൽ കമ്മീഷൻ ഈ വസ്തു അവരുടെ ഭൂമി ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥലത്തെത്തിയത്. പക്ഷേ അവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന ഉറച്ച നിലപാടോടുകൂടി തന്നെയാണ് സ്ത്രീകളടക്കമുള്ള, പ്രായം ചെന്നവരടക്കമുള്ളവരൊക്കെ തന്നെ ഇവിടെ സമരത്തിന് നേതൃത്വം നൽകുന്ന ഒരു സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെ മുതൽ ആരംഭിച്ച ആ സമരം ഇപ്പോഴും തുടരുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പ്രായം ചേർന്ന അമ്മമാർ പോലും നിരത്തിരുന്ന് ഇവിടെ മുദ്രാവാക്യം വിളിക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിൽ സമരക്കാർ പറയുന്നത് ജുഡീഷ്യൽ കമ്മീഷൻ ഒരു തരത്തിലുമുള്ള നോട്ടീസ് നൽകിയല്ല ഇത്തരത്തിൽ ഒഴിപ്പിക്കൽ നടപടിയുമായി മുന്നോട്ട് പോകുന്നത് എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ആരോപണമായി അവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ അത്തരത്തിലുള്ള അതല്ല എന്നതാണ് ജുഡീഷ്യൽ കമ്മീഷൻ വ്യക്തമാക്കുന്നത്. ജുഡീഷ്യൽ കമ്മീഷൻ സൂചിപ്പിക്കുന്നത് പോലെ അവർ പറയുന്നത് നേരത്തെ തന്നെ നോട്ടീസ് നൽകിയിരുന്നു, പരാതിയുള്ളവർക്ക് കോടതിയെ സമീപിക്കാമെന്നുള്ള ഒരു നിലപാടാണ് അതേസമയം ജുഡീഷ്യൽ കമ്മീഷൻ എടുത്തത്. നമുക്ക് ഇപ്പോൾ നമ്മളോടൊപ്പം ജുഡീഷ്യൽ കമ്മീഷനായിട്ടുള്ള ഈ അഭിഭാഷക കമ്മീഷന്റെ അധ്യക്ഷനായിട്ടുള്ള അഡ്വക്കേറ്റ് ജയപാൽ ചേരുന്നുണ്ട്. സാർ, ഇപ്പോൾ ഇവർ സമരക്കാർ പ്രതിഷേധത്തിലുമായി നിൽക്കുകയാണ്. എങ്ങനെയാണ് അഭിഭാഷക കമ്മീഷന്റെ അടുത്തൊരു നിലപാട്? പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ ഒഴിപ്പിക്കൽ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ഈ കോടതി ഉത്തരവ് പാലിക്കണം, പോലീസും അതുപോലെ തന്നെ ADM-ഉം ഉത്തരവ് പാലിക്കണമെന്നാണ് അഭിഭാഷക കമ്മീഷൻ. അതെ അതെ. അതുപോലെ തന്നെ ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, ഒരു തരത്തിലുമുള്ള നോട്ടീസ് നൽകിയല്ല അഭിഭാഷക കമ്മീഷൻ വന്നതെന്ന്. ശരിയല്ല, ശരിയല്ല. അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? ഇല്ല, ശരിയല്ല. ഇവർ ഈ പറയുന്ന ഈ 5 വീട്ടുകാർക്കും നോട്ടീസ് മുൻകൂട്ടി നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും നോട്ടീസ് കൊടുത്തേക്കാം. പരാതിയുള്ളവർ കോടതിയെ സമീപിക്കണമെന്നാണ് പറയുന്നത്. എല്ലാവർക്കും കോടതിയെ പരീക്ഷിക്കാം. കോടതിയിൽ ചെല്ലാം, കോടതിയിൽ ചെന്ന് ചെല്ലാം. കോടതിയുമായി മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. ഇന്ന് ഈ ഒഴിപ്പിക്കൽ നടപടി പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ അഭിഭാഷക കമ്മീഷൻ ഇവിടുന്ന് പോവുള്ളൂ. അങ്ങനെ ഒരു നിലപാടാണോ? ഞങ്ങളോട് ഇന്ന് ഒഴിപ്പിക്കാൻ ഉത്തരവ് തന്നേക്കണാണ്. ഞങ്ങൾ ഇവിടെ ഉണ്ട് ഒഴിപ്പിക്കാൻ. ഈ കോടതി സമയം വരെയാണോ, അത് കഴിഞ്ഞായാലും ഈ ഒഴിപ്പിക്കൽ നടപടിയുമായി? ഡിപ്പെൻസ്, അതൊന്നും പറയാൻ പറ്റില്ല. കൃഷ്ണരാജ്, ഇപ്പോ ഇവിടെ അഭിഭാഷക കമ്മീഷൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ നടപടിക്രമങ്ങൾ നിർദ്ദേശം പോലീസിന് നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഡെപ്യൂട്ടി കളക്ടർക്ക് നൽകിയിട്ടുണ്ട്. ഡെപ്യൂട്ടി കളക്ടർ EV അബ്ബാസോട് നമ്മൾ സാർ, എങ്ങനെയാണ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ ഡെപ്യൂട്ടി കളക്ടർ, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ചുമതലയോടെയുള്ള അങ്ങ് തീരുമാനിച്ചിരിക്കുന്നത്? കോടതി ഉത്തരവ് നടപ്പിലാക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സാഹചര്യത്തിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒരു ബലപ്രയോഗത്തിലൂടെ നീക്കം ചെയ്യാമെന്ന് പറഞ്ഞാൽ എളുപ്പമാണെന്ന് തോന്നുന്നില്ല. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടെല്ലാം വളരെ ഭീതിജനകമാണ്. അപ്പോൾ അപകട സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു, നോക്കാം. അതേപോലെ ഈ പുറമ്പോക്ക് ഭൂമിയാണ്, റവന്യൂ വകുപ്പിന്റെ കീഴിൽ ഇത് പുറമ്പോക്ക് ഭൂമിയാണ്. ഇത് സർക്കാരിന്റെ കയ്യിൽ അതിന്റെ രേഖകൾ, ഇതിനു വേണ്ടി അവകാശം ഉന്നയിച്ച ആളിന്റെ രേഖകൾ എന്തെങ്കിലും ഉണ്ടോ? ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇപ്പോഴും ഡെപ്യൂട്ടി കളക്ടർ ചർച്ച നടത്തുന്നുണ്ട്. അവർ പോലീസുമായി ആ ലോ ആൻഡ് ഓർഡർ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുന്നത്. എന്നാൽ ആ ലോ ആൻഡ് ഓർഡർ പ്രശ്നം അത് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. നമുക്ക് സമരക്കാരുമായും കൂടി സംസാരിച്ചാൽ സമരക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്, ഇത് കോടതിയുടെ ഉത്തരവുകളെ എല്ലാം മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ നിലപാടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ജുഡീഷ്യൽ അഭിഭാഷക കമ്മീഷൻ ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞത് കോടതി ഉത്തരവ് നടപ്പിലാക്കാനാണ് അവരുടെ തീരുമാനമെന്നാണ്. സമരം ഇങ്ങനെ തുടർന്നു പോകാനാണോ തീരുമാനം? സമരം തുടരേണ്ടി വരും. സമരത്തെ സംബന്ധിച്ച് ഞങ്ങൾ അഭിഭാഷക കമ്മീഷനെ തടയാനോ ബലം പ്രയോഗിക്കാനോ അദ്ദേഹത്തെ ആക്രമിക്കാനോ ഒന്നും ഉദ്ദേശമില്ല.
15/1/2025 ബഹുമാനപ്പെട്ട പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവിൽ വിധി നടത്തി കൊടുക്കണം എന്ന് പറഞ്ഞുള്ള ഉത്തരവിൽ മാൻഡേറ്ററി ആയിട്ടൊരു ഡയറക്ഷൻ ഉണ്ട്. അത് അഡ്വക്കേറ്റ് കമ്മീഷൻ നെയ്ബറിംഗ് പ്രോപ്പർട്ടി ഓണേഴ്സിന് നോട്ടീസ് സെർവ് ചെയ്യണം. ദാറ്റ് ഈസ് ദി മാൻഡേറ്ററി ഡയറക്ഷൻ ഓഫ് ദി ഓണറബിൾ മുൻസിഫ് കോർട്ട്. ഈ അഭിഭാഷക കമ്മീഷൻ പറയുന്നത് ഈ ഒഴിപ്പിക്കാൻ പോകുന്ന ആൾക്കാർക്കെല്ലാം നിരവധി തവണ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അവർ പറയുന്നവർക്കല്ല, സർവേ നടത്തണമെന്നുണ്ടെങ്കിൽ സർവേ ആക്ടിൽ ആസ് പെർ ദി പ്രൊവിഷൻസ് ഓഫ് ദി സർവേ ആക്ട് ഇറ്റ് ഈസ് എ മാൻഡേറ്ററി ഡയറക്ഷൻ. നെയ്ബറിംഗ് പ്രോപ്പർട്ടി ഓണേഴ്സിന് നോട്ടീസ് കൊടുക്കണം വിത്ത് ദി ഇൻറ്റിമേഷൻ ആൻഡ് ദി കൺസെൻറ്റ് ഓഫ് ദി നെയ്ബറിംഗ് പ്രോപ്പർട്ടി ഓണേഴ്സ് സർവേ നടത്താൻ പാടുള്ളൂ. ഇത് 15/1/2025 മുൻസിഫ് കോടതി ബഹുമാനപ്പെട്ട മുൻസിഫ് കോടതിയുടെ ഉത്തരവിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഉത്തരവ് അനുസരിച്ച് നെയ്ബറിംഗ് പ്രോപ്പർട്ടി ഓണേഴ്സിന് നോട്ടീസ് കൊടുക്കാതെയാണ് ഈ കലാപരിപാടികൾ. നെയ്ബറിംഗ് പ്രോപ്പർട്ടി ഓണേഴ്സ് ഇവിടെയുള്ള ആളുകൾ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി കളക്ടർക്ക് ഈ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് നിവേദനം കൊടുത്തിട്ടുണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട മുൻസിഫ് കോടതി അവധിയാണ്. അവർക്ക് നേരിട്ട് കോടതിയെ സമീപിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. ഈ കോടതിയിൽ ഈ കേസിൽ ബഹുമാനപ്പെട്ട പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയുടെ മുൻപാകെ ഇവർ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ഏത് കോടതി ഉത്തരവ് നടപ്പിലാക്കുമ്പോഴും വിത്ത് ഡ്യൂ പേഷ്യൻസ്, അങ്ങനെയല്ല ചെയ്യാൻ പാടുള്ളൂ. 8 കുടുംബത്തിലെ പെരുവഴിയാക്കാൻ വേണ്ടിയുള്ള ഒരു ഉത്തരവ് വരുമ്പോൾ ആ ഉത്തരവ് ഇത് ഈ കാണുന്ന പെരിയാർ വാലിയുടെ കനാലാണോ? ഈ പെരിയാർ വാലിയുടെ കനാലിൻ്റെ ഓരത്താണ് ഈ പാവങ്ങൾ വീട് വെച്ച് കിടക്കുന്നത്. ഇത് നിയമാനുസരണം സർവേ പൂർത്തിയാകാതെ ഈ വാദികൾ കൊടുത്തിട്ടുള്ള കേസിൽ ഉൾപ്പെട്ട പ്രോപ്പർട്ടിയിലാണ് ഇവർ താമസിക്കുന്നതെന്ന് എങ്ങനെ കണ്ടെത്താനാവും? ഇത് പെരിയാർ വാലി പുറമ്പോക്കാണെങ്കിലോ സർക്കാരിൻ്റെ പുറമ്പോക്കാണെങ്കിലോ അതിൽ നിന്ന് ഈ വാദി ഭാഗത്തിന് ഒഴിപ്പിക്കാൻ അവകാശമുണ്ടോ? അപ്പോൾ ഈ സങ്കീർണമായ നിയമപ്രശ്നങ്ങൾ അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യുന്നതിന് പകരം കോടതി ഉത്തരവ് ഉണ്ട് എന്നുള്ളതിന്റെ പിൻബലത്തിൽ ബലം പ്രയോഗിച്ച് കുടിയൊഴിപ്പിക്കുന്ന നടപടിയാണ് ഞങ്ങൾ പ്രതിരോധിക്കുന്നത്. പാരിയത്തുകാവ് കോളനി ഒഴിപ്പിക്കൽ നടപടിക്കായി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. അഭിഭാഷക കമ്മീഷൻ അഡ്വക്കേറ്റ് ജയപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. അവിടെ നാട്ടുകാർ സംഘടിച്ചിട്ടുണ്ട്. അനുവദിക്കില്ല എന്നവർ ആവർത്തിച്ച് പറയുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു പെരുമ്പാവൂരിൽ നിന്ന് അഖിൽ പാലോട്ടുമഠം. വീണ്ടും റെക്കോർഡ് തകർത്ത് സ്വർണ്ണവില. ഇന്ന് 280 രൂപ വർദ്ധിച്ച് പവന് 63,840 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. വരും ദിവസങ്ങളിൽ വില ഇനിയും വർദ്ധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് വിപണി. ഫെബ്രുവരി ആദ്യവാരം ആരംഭിച്ച സ്വർണ്ണവിലയിലെ കുതിപ്പ് പ്രതിദിനമെന്നോണം റെക്കോർഡുകൾ ഭേദിച്ച് തുടരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച രേഖപ്പെടുത്തിയ പവന് 63,560 രൂപയും ഗ്രാമിന് 7,945 രൂപയും എന്ന റെക്കോർഡാണ് ഇന്ന് തകർന്നത്. ഇന്ന് 280 രൂപ ഉയർന്ന് പവന് 63,840 രൂപ നിരക്കിലാണ് വിപണിയിൽ വ്യാപാരം നടക്കുന്നത്. ഗ്രാമിന് 35 രൂപ വർദ്ധിച്ച് 7,980 രൂപയായി. ഇറക്കുമതി തീരുവയുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ നിലപാടുകൾ സ്വർണ്ണവില വർധനയ്ക്ക് കാരണമാകുന്നുണ്ട്. ഡോളറിനെതിരെ രൂപയുടെ തകർച്ചയും ആഭ്യന്തര സ്വർണ്ണവില വർധനയ്ക്ക് ഇടയാക്കി. ഇന്ന് ഡോളറിനെതിരെ 87.92 എന്ന നിരക്കിലാണ് വ്യാപാരം തുടങ്ങിയത്. ഹ്രസ്വകാലത്തേക്ക് സ്വർണം കൂടുതൽ ആകർഷകമായേക്കാമെന്ന നിഗമനവും സ്വർണത്തിലേക്ക് നിക്ഷേപകരെ അടുപ്പിക്കുന്നുണ്ട്. ഇതും സ്വർണ്ണവില വർദ്ധിക്കാൻ കാരണമാകുന്നു. വരും ദിവസങ്ങളിൽ വില ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വിപണി വൃത്തങ്ങളും സൂചിപ്പിക്കുന്നത്. ജനം, കൊച്ചി. കോഴിക്കോട് കളൻതോട് MES കോളേജിലെ റാഗിങ്ങിൽ 5 വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്ത് പോലീസ്. 2ാം വർഷ വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തത്. അതേസമയം റാഗിംഗ് തുടർക്കഥയാകുമ്പോഴും അധികൃതർ കൃത്യമായി ഇടപെടുന്നില്ലെന്ന വിമർശനം ശക്തമാവുകയാണ്. 2ാം വർഷ BCA വിദ്യാർത്ഥി മുഹമ്മദ് മിൻഹാജിന്റെ പരാതിയിലാണ് കുന്നമംഗലം പോലീസ് കേസെടുത്തിരിക്കുന്നത്. 5 സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെയാണ് കേസെടുത്തത്. കോളേജിലെ അസോസിയേഷൻ ഡേയിൽ കളർ ഡ്രസ് ഇട്ടതുമായി ബന്ധപ്പെട്ട തർക്കമാണ് റാഗിങ്ങിലേക്കും ക്രൂരമായ മർദ്ദനത്തിലേക്കും നയിച്ചതെന്നാണ് പരാതിയിൽ പറയുന്നത്. പ്രോഗ്രാം കോർഡിനേറ്ററായ അധ്യാപകൻ പറഞ്ഞതനുസരിച്ചാണ് അന്നേ ദിവസം കളർ ഡ്രസ്സും ടൈയും ധരിച്ചതെന്നും സീനിയേഴ്സ് പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതിയെന്ന് പറഞ്ഞാണ് മർദ്ദിച്ചതെന്നും പരാതിയിലുണ്ട്. അപ്പോൾ ടൈ ധരിച്ച് വന്നതിന് സീനിയേഴ്സ് കുറെ ഇഷ്യൂസ് ഉണ്ടാക്കിയിരുന്നു. ടൈ ധരിക്കരുതെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ് പരിപാടിന്റെ ഭാഗമായിട്ട് ധരിച്ചതാണ് തഹസീൽ സാറ് പറഞ്ഞതാണ്. അപ്പോൾ സീനിയേഴ്സ് തന്നെ നമ്മൾ പറയുന്നത് കേട്ടാൽ മതി എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പരിപാടി കഴിഞ്ഞിട്ട് ഊരി മാറ്റാന്നൊക്കെ പറഞ്ഞു. ഓരോരുത്തരെ കൊണ്ടുപോയിട്ട് കാട്ടുക
അടിക്കുക. ബാക്കിൽ തഹസിൻ സാറ് കാണൂല, ചോടിമാരൊന്നും കാണൂല, ബാക്കിലേക്ക് ഇരുട്ടാണ്. നമ്മളെ സ്റ്റേജിന്റെ കുറച്ച് ഹാളിന്റെ ബാക്കിലേക്ക് വരും. ഒരു ഹാളാണ്. അപ്പൊ അതിന്റെ ബാക്കിലേക്ക് ആയിട്ട് വരുമ്പോ അവിടെ ക്ലിയർ ഇല്ല. അപ്പൊ സാറുമാരൊന്നും ശ്രദ്ധിക്കൂല. അപ്പൊ അവിടുന്ന് അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ടായി. അങ്ങനെ ഒരു കുറെ സെമോട്ടായ പോലെ കുറെ ഇറക്കിക്കണില്ല. മർദ്ദനത്തിൽ മുഖത്തും കണ്ണിനും പരുക്കേറ്റ മിൻഹാജ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. 2023 2ാം വർഷ സോഷ്യോളജി വിദ്യാർത്ഥിയായിരുന്ന മിഥിലാജിന് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമായ മർദ്ദനമേറ്റ സംഭവത്തിൽ UGC അടക്കം ഇടപെട്ടിരുന്നു. അന്ന് റാഗിങ്ങിൽ റിപ്പോർട്ട് തേടിയ UGC കർക്കശമായ നിലപാട് സ്വീകരിക്കാൻ കോളേജിന് നിർദ്ദേശം നൽകിയിരുന്നു. 15 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. 6 പേരെ കോളേജിൽ നിന്നും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. ക്രൂരമായ റാഗിംഗ് കോളേജിൽ ആവർത്തിക്കുമ്പോഴും അധികൃതർ കൃത്യമായ നടപടി സ്വീകരിക്കുന്നില്ലെന്ന വിമർശനമാണ് ശക്തമാവുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ആശങ്കയിലാണ്. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, കോഴിക്കോട്. പരീക്ഷകളെ പേടിക്കേണ്ടതില്ലെന്നും അത് ജീവിതത്തിന്റെ ഭാഗമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 8ാമത് പരീക്ഷാ പേ ചർച്ചയിൽ വിദ്യാർത്ഥികളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധ്യാപകരും മാതാപിതാക്കളും ഉൾപ്പെടെ 5 കോടിയിലധികം പേരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി രജിസ്റ്റർ ചെയ്തത്. ബോർഡ് എക്സാമിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുമായി സുന്ദർ നഴ്സറിയിലാണ് പ്രധാനമന്ത്രി സംവദിച്ചത്. കുട്ടികളുടെ സംശയങ്ങൾക്ക് പ്രധാനമന്ത്രി മറുപടി നൽകി. ശ്രദ്ധ സമ്മർദ്ദത്തിലാകരുതെന്നും പകരം പഠനത്തിലാകണമെന്നും പ്രധാനമന്ത്രി കുട്ടികൾക്ക് ഉപദേശം നൽകി. उसका पूरा ध्यान उस बॉल पे होता है. अगर आप भी इस प्रेशर को मन में न लेते हुए अपना ध्यान, आज मैंने इतना पढ़ना तय किया, ये अगर कर लेते हैं तो आप आराम से उस प्रेशर में से भी अपने आप को दिखा सकते. വിദ്യാർത്ഥികൾ റോബോട്ടുകളല്ലെന്നും സമഗ്ര വികസനത്തിനാകണം പഠനമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പുസ്തകങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വിദ്യാർത്ഥികൾക്ക് വളരാൻ കഴിയില്ല. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം. പരീക്ഷയാണ് എല്ലാം എന്ന മാനസികാവസ്ഥയിൽ ജീവിക്കരുതെന്നും പ്രധാനമന്ത്രി ഉപദേശിച്ചു. तो उनको खुद का ईगो हर्ट होता है कि ये उसकी मौसी का लड़का तो इतना कर लिया, ये मेरा नहीं कर रहा है. तो उनका जो सोशल स्टेटस है वो उनके लिए रुकावट बन जाता है. तो मेरी तो माता पिता को एडवाइस है कि कृपा करके आपके बच्चे को आप मॉडल के रूप में हर जगह पे खड़ा मत कर दो. സാമൂഹിക സമ്മർദ്ദം മാതാപിതാക്കൾ കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കരുതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കുട്ടികളുടെ കഴിവിൽ വിശ്വാസം അർപ്പിക്കണം. സമ്മർദ്ദമില്ലാതെ പരീക്ഷകളെ നേരിടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിനായാണ് പ്രധാനമന്ത്രി പരീക്ഷാ പേ ചർച്ച സംഘടിപ്പിക്കുന്നത്. ജനം, ഡൽഹി. വാർത്ത പൂർണ്ണമാകുന്നു. നമസ്തേ.